lecture series 2 of EE301 Power Generation, Transmission and Protection. ഈ lecture 2-ല് മൊഡ്യൂൾ 1-ല് lecture 2-ല് ഫസ്റ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് എന്താണെന്നും കൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അതിലത്തെ ഫസ്റ്റ് വൺ അതും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Conventional sources of electrical energy. The ever-increasing use of electric power for domestic, commercial, and industrial purposes necessitates to provide bulk electric power economically. This is achieved with the help of suitable power-producing units known as power plants or electric power generating station. അപ്പോൾ നമ്മൾക്ക് ഡെയിലി ബൈ ഡെയിലി നമുക്ക് ഇലക്ട്രിക് പവറിന്റെ ഡിമാൻഡ് കൂടി വരികയാണ്. അതായത് ഡൊമസ്റ്റിക് ആണെങ്കിൽ, അതായത് വീടുകൾ കൂടുന്നു, അതുപോലെ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസിൽ ഒക്കെ നമ്മൾക്ക് എന്താണ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബൾക്കായിട്ടുള്ള ഇലക്ട്രിക് പവർ എക്കണമിക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, നമ്മൾ പവർ പ്രൊഡ്യൂസിങ് ലാർജ് ലെവലിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യണത് അത് പവർ പ്ലാന്റ്സിൽ വെച്ചിട്ടാണ്. ഇലക്ട്രിക് പവർ അങ്ങനെ പവർ പ്രൊഡ്യൂസ് ചെയ്യണതിനാണ് നമ്മൾ പറയുന്നത് പവർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ്. ഇനി ഇതിന്റെ ഡിസൈന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏരിയ എവിടെയാണോ സെലക്ട് ചെയ്യണത്, ഒന്ന് സെലക്ഷൻ ആൻഡ് പ്ലേസിംഗ് ഓഫ് നെസസറി പവർ ജനറേറ്റിംഗ് എക്യുപ്മെന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് എവിടെയാണോ വെക്കുന്നത് അവിടെ നമുക്ക് വെക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം ഇൻകം റിട്ടേൺ കിട്ടും വേണം മിനിമം എക്സ്പെൻഡിച്ചറിൽ. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണ്, അവിടെ കുറച്ച് സമയത്ത് മാത്രമേ വെള്ളം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ഫെയിലിയർ ആണ്. നമുക്ക് ത്രൂ ഔട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും മിനിമം എക്സ്പെൻഡിച്ചറിൽ. അപ്പോൾ നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടും. The operation of plant should be such so as to provide cheap, reliable and continuous service. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണം, ചീപ്പ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. സ്റ്റേഷൻസ്. ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൾക്കായിട്ട് ഇലക്ട്രിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേഷൻസിനാണ് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ പ്ലാന്റ് പറയുന്നത്. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നോർമലി ഒരു പ്രൈമോർ ഉണ്ടാവും, ഒരു ആൾട്ടർനേറ്റർ ഉണ്ടാവും. ഓക്കെ, ഈ ഓൾട്ടർനേറ്റർ ഇൻപുട്ട് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ആയിരിക്കും, അതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും, 3 ഫേസ് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. ഓക്കെ, ഇനി പ്രൈമോർ എന്തിനാ വെച്ചാൽ നമ്മളുടെ മെക്കാനിക്കൽ എനർജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പ്രൈമോവറിന് ചിലപ്പോൾ നമ്മൾ പല സോഴ്സസ് എനർജി, പല എനർജി സോഴ്സസ് ആയിരിക്കാം. ചിലപ്പോൾ ന്യൂക്ലിയർ സോഴ്സ് വരാം, സ്റ്റീം വരാം, വാട്ടർ പമ്പ് ചെയ്തിട്ട് അതിലേക്ക് മെക്കാനിക്കൽ ഇത് കൊടുക്കാം, അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഓക്കെ, so bulk electric power is produced by special plants known as generating station or power plants. The generating station essentially employs a prime mover coupled to an alternator to produce electric power. ഇനി എന്താണ് പ്രൈം മൂവർ? ദ പ്രൈം മൂവർ ദാറ്റ് മേ ബി സ്റ്റീം ടർബൈൻ, വാട്ടർ ടർബൈൻ എക്സെട്ര കൺവേർട്സ് എനർജി ഫ്രം സം അതർ ഫോം ഇൻ ടു മെക്കാനിക്കൽ എനർജി. അതായത് വേറെ വല്ല ഫോമിലുള്ള എനർജിനെ എന്തായി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും. സ്റ്റീം ഉള്ളതിനെ മെക്കാനിക്കൽ, വാട്ടർ ആണെങ്കിൽ ആ വാട്ടർ അതിലേക്ക് ഫോഴ്സിൽ വരുമ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും, അങ്ങനെ കേട്ടോ. ദ ഓൾട്ടർനേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഓഫ് ദ പ്രൈം മൂവർ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ആഫ്റ്റർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുക ത്രൂ ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതൊക്കെ ചെയ്യുന്നത് ത്രൂ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ. The electrical energy produced by the generating station is transmitted and distributed with the help of conductors to various consumers. It may be emphasized here that apart from prime mover alternator combination, a modern generating station employs several auxiliary equipment and instruments to ensure cheap, reliable and continuous service. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ സെവറൽ നമ്മൾ ഓക്സിലറി എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചീപ്പ്, റിലയബിൾ ആൻഡ് കണ്ടിന്യൂസ് സർവീസ് കിട്ടാൻ. ഇനി ഈ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോം ഓഫ് എനർജി കൺവേർട്ട്, ഏത് ഫോമിലുള്ള എനർജി കൺവേർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റിംഗ് സ്റ്റേഷനെ നമുക്ക് പലതരത്തിൽ ഡിവൈഡ് ചെയ്യാം. അതിലിപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, സ്റ്റീം പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. കൂടാതെ ഡീസൽ പവർ പ്ലാന്റ്, അങ്ങനെ കുറെ പവർ പ്ലാന്റ് ഉണ്ട്. ഓക്കെ, അതിൽ 3 നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനവും ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു. എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് യൂട്ടിലൈസസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ അറ്റ് എ ഹൈ ലെവൽ ഓഫ് ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഒരു ഹൈ ഹെഡിൽ വെള്ളം വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സിൽ ഫ്ലോ ചെയ്യിച്ചിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഹൈഡ്രോ ഇലക്ട്രിക് ചെയ്യുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആർ ജനറലി ലൊക്കേറ്റഡ് ഇൻ ഹില്ലി ഏരിയാസ് വേർ ഡാംസ് ക്യാൻ ബി ബിൽറ്റ് കൺവീനിയന്റ്ലി ആൻഡ് ലാർജ് വാട്ടർ റിസർവേഴ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. എക്സാമ്പിൾ ഇടുക്കി,
അങ്ങനെ ഒരുപാട് ഇതുണ്ട്. In a hydroelectric power station, water head is created by constructing a dam across a river or lake. ഒരു റിവറിനോ അല്ലെങ്കിൽ ലേക്കിന് അക്രോസ് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫ്രം ദ ഡാം ദ വാട്ടർ ഈസ് ലെഡ് ടു എ വാട്ടർ ടർബൈൻ. അവിടുന്ന് എന്ത് ചെയ്യും, ഒരു വാട്ടർ ടർബൈനിലോട്ട് കൊടുക്കും. The water turbine captures the energy in the falling water and changes the hydraulic energy, that is product of head and flow of water, into mechanical energy at the turbine shaft. അപ്പൊ ഈ വരുന്ന എനർജിന് എന്തായിട്ട് മെക്കാനിക്കൽ എനർജി, ടർബോ ഷാഫ്റ്റിനുള്ള മെക്കാനിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും, ആ വരുന്ന ഫോളിംഗ് വാട്ടറിനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഫോളിംഗ് വാട്ടറിന്റെ ആ ഫോഴ്സിനെ ചേഞ്ച് ചെയ്യും. The turbine drives the alternator which converts mechanical energy into electrical energy. അപ്പോൾ എന്ത് ചെയ്തു, ടർബൈൻ എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആർ ബിക്കമിങ് വെരി പോപ്പുലർ ബിക്കോസ് ദ റിസർവ്സ് ഓഫ് ഫ്യൂവൽസ്, ദാറ്റ് ഈസ് കോൾ, ഓയിൽ, ആർ ഡിപ്ലീറ്റിംഗ് ഡേ ബൈ ഡേ. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഡേ ബൈ ഡേ കോളും ഓയിലൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കാരണം മഴ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഫില്ലായി കഴിഞ്ഞാൽ ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. They have the added importance for flood control, storage of water for irrigation and water for drinking purposes. അപ്പൊ അതിന്റെ വേറെ നമുക്ക് ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ അതായത് നമ്മൾക്ക് വെള്ളം ഓവറായിട്ട് നിറയുമ്പോഴത്തേന് നമുക്ക് ഒഴുക്കി വിട്ടിട്ട് ഫ്ലഡ് കൺട്രോൾ ചെയ്യാം. സ്റ്റോറേജ് ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ, ഇപ്പൊ ചിലയിടത്തൊക്കെ തടയണ കിട്ടിയിട്ട് വാട്ടർ ഇറിഗേഷന് വേണ്ടിയിട്ട് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വാട്ടർ ഫോർ ഡ്രിങ്കിങ് പർപ്പസസിന് യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഭാരതപ്പുഴയുടെ അക്രോസ് തന്നെ ഉണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഫിഗർ കാണിക്കുക. ഡാമിൽ എന്ത് ചെയ്യും, വെള്ളം വാട്ടർ ടർബൈനിലോട്ട് വിടും. ഇത്രയാണ് അതിന്റെ വാട്ടർ ഹെഡ് വരുന്നത്. ഓക്കെ, ഇതാണ് ഹൈറ്റ് കണക്കാക്കുന്നത്. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യും, ഈ വെള്ളം ജനറേറ്ററിനെ, ആ വാട്ടർ ടർബൈൻ തിരിയുമ്പോൾ, വാട്ടർ ടർബൈൻ അതായത് ഇതാണ് പ്രൈം മൂവർ, ഇത് ചെയ്യുമ്പോൾ ജനറേറ്ററിന്റെ മെക്കാനിക്കൽ എനർജി കിട്ടിയിട്ട് അത് തിരിയും. അപ്പൊ ഈ വാട്ടർ ടർബൈൻ നിന്നാണ് മെക്കാനിക്കൽ എനർജി ജനറേറ്ററിലേക്ക് വരുന്നത്. ഇവിടുന്ന് ഈ വെള്ളം എന്ത് ചെയ്യും, ആ വന്ന വെള്ളം നേരെ ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുകിപ്പോകും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ ഹെഡിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും, ഇവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റി, എന്നിട്ട് അത് എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് മാറ്റി. Schematic arrangement of hydroelectric power station. Although a hydroelectric power station simply involves the conversion of hydraulic energy into electric energy, yet it embraces many arrangements for proper working and efficiency. ഇതാണ് സ്കീമാറ്റിക് അറേഞ്ച്മെന്റ്. അതായത് ശരിക്കും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റിസർവോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാച്ചിങ് ഏരിയയിലായിരിക്കും വെള്ളം ഏറ്റവും പ്രഷറിൽ നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് അവിടുന്ന് പ്രഷർ ചാനൽ വഴി എന്ത് ചെയ്യും, വെള്ളം ഇതിനെ കടത്തിവിടും. ഇവിടെ ഒരു വാൾവ് ഹൗസ് ഉണ്ട്. ആ വാൾവ് ഹൗസ് ആണ് ഇത് പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യണമെങ്കിലും വെള്ളം ക്ലോസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന വാൾവ് ഹൗസ്. ഇത് ഈ പെൻസ്റ്റോക്ക് വഴി വിട്ട് കഴിഞ്ഞാൽ വാട്ടർ ടർബൈനിലെത്തും, അവിടെ മെക്കാനിക്കൽ എനർജി കിട്ടും. മെക്കാനിക്കൽ നേരെ എന്ത് ചെയ്യും, പവർ ഹൗസിൽ ആൾട്ടർനേറ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അത് എനർജി, ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ വെള്ളം എന്ത് ചെയ്യും, ഇതിനെ ഒഴുക്കി കളയും. ഇവിടെ ഒരു സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സർജ് ടാങ്ക് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് ജനറേറ്റർ നിൽക്കേ, സപ്ലൈ ത്രോൺ ഓഫ് ചെയ്യേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻസ്റ്റോക്ക് പൈപ്പിൽ ഹൈ പ്രഷർ വരും. ആ പ്രഷർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർജ് ടാങ്ക്. അപ്പൊ ഈ വെള്ളം പെട്ടെന്ന് വരുന്നത് എന്ത് ചെയ്യും, ഇതിലോട്ട് ഇതായിട്ട് എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ സ്കീമാറ്റിക് അറേഞ്ച്മെന്റ്. അപ്പൊ നേരത്തെ നമ്മൾ ആ ഫിഗർ കണ്ടില്ലേ, അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. ദ ഡാം ഈസ് കൺസ്ട്രക്ടഡ് അക്രോസ് എ റിവർ ഓർ ലേക്ക് ആൻഡ് വാട്ടർ ഫ്രം ദ കാച്ച്മെന്റ് ഏരിയ collects at the back of the dam to form a reservoir. അപ്പൊ നമ്മൾ ആ കണ്ടതിൽ റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വേണം, അവർ ആ ബാക്ക് സൈഡിൽ റിസർവോയർ ആയിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, എ പ്രഷർ ടണൽ ഈസ് ടേക്കൺ ഓഫ് ഫ്രം ദ റിസർവോയർ ആൻഡ് വാട്ടർ ബ്രോട്ട് ടു ദ വാൾവ് ഹൗസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ പെൻസ്റ്റോക്ക്. അപ്പൊ ഒരു പ്രഷർ ടണൽ ഉണ്ടാക്കും റിസർവോയറിൽ നിന്ന് വാൾവ് ഹൗസിലേക്ക്. ഓക്കെ, അവിടുന്ന് ആ വാൾവ് ഹൗസിൽ നിന്നാണ് പെൻസ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ ചെരിഞ്ഞ് നിൽക്കുന്നത്. ദ വാൾവ് ഹൗസ് കണ്ടെയ്ൻസ് മെയിൻ സ്ലൂയിസ് വാൾവ്സ് ആൻഡ് ഓട്ടോമാറ്റിക് ഐസൊലേഷൻ വാൾവ്സ്. ഈ വാൾവ് ഹൗസിന് മെയിൻ സ്ലൂയിസ് വാൾവ്സ്, അതായത് നമ്മൾ ആ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വെള്ളം പെൻസ്റ്റോക്കിലേക്ക് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഐസൊലേറ്റ് ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് ഐസൊലേറ്റിംഗ് വാൾവ്. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുക എന്താന്ന് മനസ്സിലായി. ഓക്കെ, അതായത് ആ വെള്ളം പോണ തടയാത്ര ആലോചിച്ചാൽ മതി. ദ ഫോമർ കൺട്രോൾസ് ദ വാട്ടർ ഫ്ലോ ടു ദ പവർ ഹൗസ് ആൻഡ് ലെറ്റർ കട്ട്സ് ഓഫ് സപ്ലൈ ഓഫ് വാട്ടർ വെൻ ദ പെൻസ്റ്റോക്ക് ബേഴ്സ്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഒരു പെൻസ്റ്റോക്കിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് ഐസൊലേറ്റിംഗ് വാൾവ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് വെള്ളം അവിടെ തടയും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ഡാമിൽ വെള്ളം ഫുള്ള് അതിനെ ഒഴുകി പോകുമ്പോൾ മൊത്തം ഫ്ലഡ് ആയി മാറും. ഓക്കെ, കാരണം മാസ് വാട്ടർ ആണല്ലോ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്.
From the valves, water is taken to water turbine through a huge steel pipe known as penstock. പറയണ്ടല്ലോ പെൻസ്റ്റോക്ക് എടുത്തിട്ടുണ്ടാവും അതാണ് ഹ്യൂജ് സ്റ്റീൽ പൈപ്പ് ആയിരിക്കും. ദ വാട്ടർ ടർബൈൻ കൺവേർട്സ് ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഈ വാട്ടർ ടർബൈൻ എന്ത് ചെയ്യും? ഹൈഡ്രോളിക് എനർജീനെ എന്ത് ചെയ്യും? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ മെക്കാനിക്കൽ എനർജി ആയിരിക്കും എന്തുണ്ടാവും? ആൾട്ടർനേറ്റർ ഇൻപുട്ട് ആയിട്ടുണ്ടാവും. അതെന്തായാലും ആൾട്ടർനേറ്റർ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. അതാണ് ദ ടർബൈൻ ടൈംസ് ആൾട്ടർനേറ്റർ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. A surge tank that is open from top is built just before the valves. ആ വാൾവ്സിന് തൊട്ട് മുന്നേ കുറച്ച് ഹൈറ്റിൽ ഒരു സർജ് ടാങ്ക് ഉണ്ടാവും. That protects the penstock from bursting in case the turbine gates suddenly close due to electrical load being thrown off. അപ്പോൾ ഈ പെൻസ്റ്റോക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഐസൊലേറ്റിംഗ് വാൾവ് കാരണം കൊണ്ട് എന്ത് ചെയ്യും? വാൾവ് ഹൗസിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഇത് ഓഫ് ക്ലോസ് ചെയ്യും. അപ്പോൾ ആ പ്രഷർ ടണലിൽ ഹൈ പ്രഷർ ഉണ്ടാവും. അപ്പൊ എന്താവും? അത് ഇവിടേക്ക് എന്ത് ചെയ്യും? ഈ സർജ് ടാങ്കിലോട്ട് പോയിട്ട് ആ പ്രഷർ എന്ത് ചെയ്യും? വിത്ഡ്രോ ചെയ്യും. When the gates close, there is a sudden stopping of water at the lower end of the penstock and consequently the penstock can burst like a paper lock. The surge tank absorbs this pressure swing increase in its level of water. ഇനി ഇൻ കേസ് പെൻസ്റ്റോക്കിന്റെ അവിടെ അല്ല വാൾവ് ഹൗസ് ക്ലോസ് ആയില്ല വിചാരിക്കുക. അപ്പൊ പെൻസ്റ്റോക്കിലാണ് ഏറ്റവും പ്രഷർ വരിക. അപ്പൊ അത് എന്ത് ചെയ്യും? ഈ സർജ് ടാങ്ക് റിലീസ് ചെയ്യും. നെക്സ്റ്റ് ചോയ്സ് ഓഫ് ദ സൈറ്റ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്? അതൊന്ന് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അതായത് നമ്മളൊരു വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റണം. അതായത് ആ വെള്ളം എത്ര വരുന്നുണ്ടോ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് സ്റ്റോറേജ് ഓഫ് വാട്ടർ. തേർഡ് വൺ കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്, ഏത് ടൈപ്പ് ആണെന്നുള്ളത്. അതായത് നല്ല ഹാർഡ് ആയിട്ടുള്ള ലാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡാമൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാം തകരാനും ഒക്കെ മതി. ഓക്കെ, നല്ല റോക്കും ഇതൊക്കെ ആയിട്ടുള്ളത് വേണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതായത് ആ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് വേണ്ട എക്യുപ്മെന്റ്സ് നമുക്ക് കൊണ്ടുപോകാനും വല്ല മെയിൻ്റെനൻസ് നടത്തണമെങ്കിൽ അതിന് പോകാനും എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടുന്ന് പെട്ടെന്ന് മാറ്റാനും ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മൾ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണം. അത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണം വെക്കാൻ. അപ്പോൾ നോർമലി നമ്മൾ വെക്കുക റിവറിനും കനാലിനും ഒക്കെ അക്രോസ് ആയിട്ടാണ് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ റിവറിനും കനാലിനും അക്രോസ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ തീരെ വെള്ളമില്ലാത്തൊരു റിവറിനെ അക്രോസ് വെച്ചിട്ട് കാര്യമില്ല, നല്ല വെള്ളമുള്ള റിവറിന് വെച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, so since the primary requirement of hydroelectric power station is the availability of huge quantity of water, such plants should be built at a place like a river, canal, where adequate water is available at a good height. Next one, storage of water. അപ്പോൾ ഈ വരുന്ന വെള്ളത്തിനെ ഹ്യൂജ് ലെവലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, there are wide variations in water supply from a river or canal during the year. നമ്മൾക്ക് വെള്ളം നിങ്ങൾക്കറിയണല്ലേ, നമ്മൾക്കിപ്പോൾ കേരളത്തിലത്തെ കേസ് എടുത്താൽ തന്നെ വെള്ളം ചില സമയത്ത് നമുക്ക് മഴ ഉണ്ടാവും, അതായത് റെയിനി സീസണിൽ മഴ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ മഞ്ഞ് സീസൺ വരാം, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് പറയുക സമ്മർ സീസൺ വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് വരും? നമ്മൾക്ക് ചില സമയത്ത് മഴ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മഴ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് ഫുള്ള് സ്റ്റോർ ചെയ്യാൻ പറ്റണം. This make it necessary to store water by constructing a dam to ensure the generation of power throughout the year. The storage helps in equalizing the flow of water so that any excess quantity of water at a certain period of the year can be made available during times of very low flow in the river. അപ്പോൾ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പവർ എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഹ്യൂജ് വാട്ടർ അവിടെ സ്റ്റോർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. This leads to the conclusion that site selected for a hydroelectric plant should provide adequate facilities for erecting a dam and a storage of water. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണം? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഡാമും സ്റ്റോറേജ് ഓഫ് വാട്ടർ മസ്റ്റ് ആണ്. Then cost and type of land. The land for the construction of the plant should be available at a reasonable price. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ലാൻഡ് നമുക്ക് റീസണബിൾ പ്രൈസ് ആണോ, അല്ലെങ്കിൽ ഹ്യൂജ് പ്രൈസ് ആയാൽ നമുക്ക് എക്കണോമിക്കലായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫർദർ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് ഷുഡ് ബി അഡിക്വേറ്റ് ടു വിസ്റ്റാൻഡ് വെയിറ്റ് ഓഫ് ഹെവി എക്യുപ്മെന്റ് ടു ബി ഇൻസ്റ്റാൾ. അപ്പോൾ ആ അടി എന്തായിരിക്കണം? നല്ല ഉറപ്പുള്ളതാണ്. കാരണം നമ്മളുടെ എക്യുപ്മെന്റ്സ് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും. ഓക്കെ, then transportation facilities.
The site selected for a hydroelectric plant should be accessible by rail and road so that necessary equipment and machinery could be easily transported. അപ്പോൾ നമുക്ക് റെയിലും റോഡും വഴി ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇടുക്കിയിലേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെയിലില്ല, അത് ശരിയാണ്. പക്ഷെ നമുക്ക് നല്ല റോഡും ഒക്കെ ആയിട്ട് ഫെസിലിറ്റേറ്റ് ഈ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഇപ്പൊ കേരളത്തിലത്തെ സ്ഥിതിയാണ്. പക്ഷെ പല രാജ്യത്തും റെയിൽ ഒക്കെ മാർഗങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ. It is clear from the above mentioned factors that ideal choice of site for such a plant is near a river in hilly areas where dam can be conveniently built and large reservoirs can be obtained. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലായത്, നമുക്കൊരു ഹില്ലി ഏരിയാസിൽ റിവറിന് അക്രോസ് ആണ് നമുക്ക് ഒരു ഡാം ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് ലാർജ് റിസർവോയേഴ്സ് കിട്ടും. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഇത് പറയണമെന്നില്ല, ഷെമാറ്റിക് അറേഞ്ച്മെന്റിൽ സ്കീമാറ്റിക്കിൽ. പക്ഷെ എന്നാലും നമ്മൾ ഇതും കൂടി നോക്കി വെച്ചിട്ടാണ്. ഓക്കെ. നമ്മൾ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകരുത്. ഓക്കെ. അപ്പോൾ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെ ഒന്നുകൂടി ഇതാക്കി പറയുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് ഒരു ഐഡിയ ആക്കി വെക്കുക. ഓക്കെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ മൊത്തത്തിൽ ഒരു 3 സെക്ഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് അതിന്റെ മൊത്തമുള്ള സ്ട്രക്ചർ, പിന്നെ വാട്ടർ ടർബൈൻസ്. അപ്പൊ ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്നാണ് ഇതിന് പറയുക. വാട്ടർ ടർബൈൻസ്, പിന്നെന്താണ് അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ. ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ വരുന്ന എന്തൊക്കെയാണ്? ഡാം ഉണ്ടാവും, സ്പിൽവേസ് ഉണ്ടാവും, ഹെഡ് വർക്ക്സ് ഉണ്ടാവും, സർജ് ടാങ്ക് ഉണ്ടാവും, പെൻ സ്റ്റോക്ക്, പിന്നെ അതിന്റെ ആക്സസറി വർക്ക്. അപ്പൊ ഡാം എന്താന്ന് എല്ലാവർക്കും അറിയാം. ഒരു റിവറിന് അക്രോസ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബാരിയർ ആണ് എന്ത്? ഡാം, അല്ലെ? സോ a dam is a barrier which stores water and creates a water head. ഇനി ഡാംസ് ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? കോൺക്രീറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റോൺ ആയിട്ട് ഇതാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇടുക്കി ഫുൾ കോൺക്രീറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ദ ടൈപ്പ് ആൻഡ് അറേഞ്ച്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടോപ്പോഗ്രഫി ഓഫ് ദി സൈറ്റ്. അപ്പോൾ എങ്ങനത്തെയാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ അവിടുത്തെ സിറ്റുവേഷൻ പോലെയാണ് ചെയ്യുക. സ്പിൽവേസ് നമുക്ക് പല ടൈമിലും നല്ല റെയിനി സീസൺ ആണെങ്കിൽ നമ്മൾ പറയുമല്ലോ വൃഷ്ടി പ്രദേശത്ത് മഴ പെയ്തു എന്ന് പറയും. അപ്പൊ അങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല വാട്ടർ ഫ്ലോ എന്തുണ്ടാവും? ഇതിലോട്ടുണ്ടാവും. അങ്ങനെ വാട്ടർ ഫ്ലോ ഉണ്ടാവുമ്പോൾ ഉള്ള നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാല് ഡാമിന്റെ കപ്പാസിറ്റിനെക്കാട്ടും ചിലപ്പോൾ എക്സീഡ് ചെയ്ത് പോവാം. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് വെള്ളം പവർ സ്റ്റേഷനിലേക്ക് വരാതെ ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് സ്പിൽവേസ്. There are types when the river flow exceeds the storage capacity of the reservoir. Such a situation arises during heavy rainfall in the catchment area. In order to discharge the surplus water from the storage reservoir into the river on the downstream side of the dam, spillways are used. Okay. അപ്പോൾ സ്പിൽവേസ് എന്താ ചെയ്തിട്ടുണ്ടാവുക വെച്ചാൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ കണക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും? ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഗേറ്റ് മെല്ലെ ഓപ്പൺ ചെയ്യാനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? വെള്ളം ഡിസ്ചാർജ് ചെയ്യും, അത് തന്നെ ഫ്ലോ ചെയ്യും. ഓക്കെ. Then headworks. എന്താണ് headworks? It is nothing but it consists of diversion structures at the head of an intake. ഒരു ചെറിയ diversion structure. അതെന്തിനാ വെച്ചാല് നമുക്ക് they generally include booms and racks for diverting floating debris, fluids, or bypassing debris and sediments and walls for controlling the flow of water to the turbine. അപ്പൊ വേണ്ടാത്തതൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകണം. കാരണം എന്താ വെച്ചാൽ റിവറാണ്, ഡാമാണ്, അതിൽ ഈ സെഡിമെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ടർബൈൻ ചെയ്തിട്ട് ഈസി ഫ്ലോ നമുക്ക് എന്തുണ്ടാവും? പെൻസ്റ്റോക്ക് ഉണ്ടാവും. ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു ആൻഡ് ത്രൂ ഹെഡ് വർക്ക്സ് ഷുഡ് ബി ആസ് സ്മൂത്ത് ആസ് പോസിബിൾ ടു അവോയ്ഡ് ഹെഡ് ലോസ് ആൻഡ് കാവിറ്റേഷൻ. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളെ ഒഴിവാക്കിയിട്ട് വിടും വേണം. ഓക്കെ. അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പാണ്. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ഷാർപ്പ് കോർണേഴ്സ് ആൻഡ് അബ്രപ്റ്റ് കോൺട്രാക്ഷൻസ് ഓർ എൻലാർജ്മെന്റ്സ്. നെക്സ്റ്റ് സർജ് ടാങ്ക്. ഓപ്പൺ കോൺഡ്യൂട്ട്. ഈ സർജ് ടാങ്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ഓപ്പൺ കോൺഡ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ, കോൺഡ്യൂട്ട് പറഞ്ഞാൽ പൈപ്പ് ഇട്ടാ തെറ്റരുത്. ഓപ്പൺ കോൺഡ്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും പെട്ടെന്ന് സ്റ്റോപ്പേജ് ഉണ്ടായാലും വെള്ളം ആ പൈപ്പിന്റെ മേലെ കൂടെ ഓവർഫ്ലോ ചെയ്യും, അതായത് ഒരു പ്രഷർ ഉണ്ടാവില്ല. പക്ഷെ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആകുമ്പോൾ ഇൻ കേസ് താഴത്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് മുകളിൽ വാൾവ് അടക്കാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ഉള്ളിൽ ഭയങ്കര പ്രഷർ ആയിരിക്കും. അതാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് കൂട്ടിയിട്ടൊക്കെ നമ്മളുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഒക്കെ എന്താണ് പറയുക ഫുള്ള് എന്താ പറയുക വെള്ളത്തിലായിട്ടുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ പെൻസ്റ്റോക്ക് പൈപ്പിലോട്ടും ഈ പ്രഷർ ടണലിലോട്ടും അധികം പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സർട്ടൻ ലിമിറ്റ് വരെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് സർജ് ടാങ്ക്.
The open conduits leading water to the turbine require no protection. Okay. However, when closed conduits are used, protection becomes necessary to limit the abnormal pressure in the conduit. For this reason, closed conduits are always provided with a surge tank. A surge tank is a small reservoir or tank open at the top in which water level rises or falls to reduce the pressure swings in the conduit. ഇവിടെയാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന പ്രഷറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടുക ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. A surge tank is located near the beginning of the conduit. ഒരു conduitന്റെ ബിഗിനിങ്ങിലായിരിക്കും എന്തുണ്ടാവുക? surge tank ഉണ്ടാവുക. When the turbine is running at steady load, there are no surges in the flow of water through the conduit. അപ്പോൾ that is the quantity of water flowing in the conduit is just sufficient to meet the turbine requirement. അതായത് നോർമലി അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. However, when the load on the turbine decreases, ടർബൈൻ്റെ ലോഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ the governor closes the gates of the turbine. അപ്പോൾ ടർബൈൻ്റെ അവിടെയുള്ള ഗേറ്റ്സ് എന്ത് ചെയ്യും? ഗവർണർ ക്ലോസ് ചെയ്യും, റെഡ്യൂസിങ് വാട്ടർ സപ്ലൈ ടു ദ ടർബൈൻ. ടർബൈനിലോട്ട് വെള്ളം പോണ് നിർത്തിയിട്ട്. The excess water at the lower end of the conduit rushes back to the surge tank and increases its water level. അപ്പൊ നമ്മളുടെ ഈ കോൺഡ്യൂട്ടിന്റെ ഇവിടെയുള്ള ആ ലോ എൻഡിലുള്ള വെള്ളം എന്ത് ചെയ്യും? അപ്പൊ അവിടെ ഇങ്ങനെ അടക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ വെള്ളം വരില്ല, അപ്പൊ ഈ വെള്ളം ഇങ്ങനെ കയറും. ഓക്കെ. Thus conduit is prevented from bursting. അപ്പൊ എന്താണ്? ഈ പ്രഷർ ഒഴിവാകുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ കോൺഡ്യൂട്ടിന്റെ ഉള്ള ആ ബേഴ്സ്റ്റിങ്, ഈ പ്രഷർ ഒഴിവാകുന്നത് ഈ വെള്ളം ഇങ്ങനെ കയറിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ബേഴ്സ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം അത് ഒഴിവാക്കും. ഓക്കെ. On the other hand, when load on the turbine increases, ഇനി ടർബൈനിൽ ലോഡ് ഇൻക്രീസ് ചെയ്യായിരിക്കും, additional water is drawn from the surge tank to meet the increased load requirement. അപ്പൊ ഇവിടെ വലിയൊരു ടാങ്കാണ്, അപ്പൊ ഇവിടെ ആ വെള്ളം അങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവും. ഇനി ഇവിടെ ലോഡ് കൂടുമ്പോൾ ഈ വരുന്ന വെള്ളം മതിയാവാത്ത വരുന്ന ഒരു കണ്ടീഷൻ വരാം. അപ്പൊ ഇതിൽ എന്ത് ചെയ്യും? എടുക്കും. And the surge tank overcomes the abnormal pressure in the conduit. When load on the turbine falls and acts as a reservoir during increase of load in the turbine. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ കോൺഡ്യൂട്ട് വരുമ്പോൾ പ്രഷർ കൂടുകയാണെങ്കിൽ സർജ് ടാങ്കിലേക്ക് വെള്ളം എടുക്കുകയും പ്രഷർ കുറയുകയാണെങ്കിൽ സർജ് ടാങ്കിൽ ഒരു ചെറിയൊരു റിസർവോയർ ആയിട്ട്, അതായത് ഇവിടെ സർപ്ലസ് ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യും. നെക്സ്റ്റ്, പെൻസ്റ്റോക്ക്. Penstocks are open or closed conduits which carry water to the turbine. They are generally made of reinforced concrete or steel. Reinforced concrete അല്ലെങ്കിൽ സ്റ്റീൽ ആയിട്ടുള്ള ഈ പെൻസ്റ്റോക്ക് പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പൈപ്പിനെയാണ് പറയുന്നത് പെൻസ്റ്റോക്ക്. അത് ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആണ്. കോൺക്രീറ്റ് പെൻസ്റ്റോക്സ് ആർ സ്യൂട്ടബിൾ ഫോർ ലോ ഹെഡ്സ്. ഈ കോൺക്രീറ്റ് പെൻസ്റ്റോക്ക് പറഞ്ഞാൽ ലോ ഹെഡ്, അതായത് ലെസ് ദാൻ 30 മീറ്റർ ലൈനാണ് എടുക്കുക. ആസ് ഗ്രേറ്റർ പ്രഷർ കോസസ് റാപ്പിഡ് ഡിറ്റീരിയേഷൻ ഓഫ് ദ കോൺക്രീറ്റ്. പക്ഷെ നല്ല പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് മെല്ലെ മെല്ലെ നാശമായി തുടങ്ങുകയും ചെയ്യും. ദ സ്റ്റീൽ പെൻസ്റ്റോക്ക് ക്യാൻ ബി ഡിസൈൻഡ് ഫോർ എനി ഹെഡ്. എത്ര ഹൈറ്റ് ഉള്ളതിന് നമുക്ക് സ്റ്റീൽ പെൻസ്റ്റോക്ക് യൂസ് ചെയ്യാം. ദ തിക്നെസ് ഓഫ് ദ പെൻസ്റ്റോക്ക് ഇൻക്രീസസ് വിത്ത് ദ ഹെഡ് ഫോർ വർക്കിംഗ് പ്രഷർ. അപ്പോൾ എത്ര ഹൈറ്റ് കൂടുന്നു അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ തിക്നെസ് കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രഷർ താങ്ങാനുള്ളതിനനുസരിച്ചിട്ട് അതിന്റെ തിക്നെസ് കൂട്ടും. ദ വേരിയസ് ഡിവൈസസ് സച്ച് ആസ് ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ്, എയർ വാൾവ് ആൻഡ് സർജ് ടാങ്ക്. അപ്പോൾ ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ് ആണ് ഇതാണ്, എയർ വാൾവ് ഇതാണ്, സർജ് ടാങ്ക് ഇതാണ്. ആർ പ്രൊവൈഡഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പെൻസ്റ്റോക്ക്. ഇതൊക്കെ എന്താണ്? ഈ മൂന്നും ഈ പെൻസ്റ്റോക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ദ ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ് ഷട്ട്സ് ഓഫ് വാട്ടർ ഫ്ലോ ത്രൂ ദ പെൻസ്റ്റോക്ക് പ്രോംപ്റ്റ്ലി ഇഫ് ഇറ്റ് റപ്ചേഴ്സ്. ഈ ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ് എന്താ വെച്ചാൽ ഇൻ കേസ് ഇത് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ക്ലോസ് ആവും. എയർ വാൾവ് മെയിൻറ്റെയിൻസ് ദ എയർ പ്രഷർ ഇൻസൈഡ് ദ പെൻസ്റ്റോക്ക് ഈക്വൽ ടു ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനനുസരിച്ചിട്ട് ഈ പെൻസ്റ്റോക്കിലത്തെ പൈപ്പിനെ എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യും ഈ എയർ വാൾവ്. When water runs out of penstock faster than it enters, a vacuum is created which may cause the penstock to collapse. അപ്പോൾ നമ്മൾ under such situation, air valve opens and admits air in the penstock to maintain inside air pressure equal to the outside pressure. അപ്പോൾ ഇവിടെ ഇൻ കേസ് എന്തായാലും കൂടുതൽ ഇപ്പൊ നമ്മൾ ഈ വെള്ളം പെട്ടെന്ന് ഫുൾ ഒഴുകി പോകുമ്പോൾ അവിടെ വേക്കം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? എയർ പ്രഷർ കൂടും. അപ്പൊ ആ എയർ പ്രഷർ കാരണം കൊണ്ട് ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പൊ അങ്ങനെ എയർ പ്രഷർ വരുമ്പോൾ പുറത്തും അകത്തും എയർ പ്രഷർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എയർ വാൾവ് യൂസ് ചെയ്യും.
നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് ഹൈഡ്രോളിക് സ്ട്രക്ചർ ആണ് പിന്നെ വാട്ടർ ടർബൈൻസ്. ദ വാട്ടർ ടർബൈൻസ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് എനർജി ഓഫ് ഫോളിംഗ് വാട്ടർ ഇൻ ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ വാട്ടർ ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുന്ന് ഫോൾ ചെയ്യുന്ന എനർജിനെ എന്ത് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് എന്ത് വാട്ടർ ടർബൈൻ. അപ്പോൾ വാട്ടർ ടർബൈൻ രണ്ട് ടൈപ്പ് ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് ടർബൈൻ ഉണ്ട് റിയാക്ഷൻ ടർബൈൻ ഉണ്ട്. എന്താണ് ഇമ്പൾസ് ടർബൈൻ? ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഹൈ ഹെഡ്സിന് യൂസ് ചെയ്യുന്ന ടർബൈൻ ആണ് എന്ത് ഇമ്പൾസ് ടർബൈൻ. Such turbines are used for high heads. In an impulse turbine, the entire pressure of water is converted into kinetic energy in a nozzle and the velocity of the jet drives the wheel. അപ്പോൾ ആ എൻ്റയർ വെലോസിറ്റി എൻ്റയർ വാട്ടറിന്റെ പ്രഷർ എന്ത് ചെയ്യും കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നോസിലൂടെ എന്ത് ചെയ്യും ഇതിലൂടെ ഈ നോസിലൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ദ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ടർബൈൻ ഈസ് ദ പെൽറ്റൺ വീൽ. ഇതിന് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ഈ കാണുന്നതാണ് പെൽറ്റൺ വീൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വീൽ ഫിറ്റഡ് വിത്ത് എലിപ്റ്റിക്കൽ ബക്കറ്റ്സ് അലോങ് ഇറ്റ്സ് പെരിഫറി. ഒരു എലിപ്റ്റിക്കൽ ബക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അലോങ് ഇറ്റ്സ് പെരിഫറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. The force of water jet striking the buckets on the wheel drives the turbine. അപ്പോൾ ഇവിടുന്ന് വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് ഇതിൽ ഇതാക്കിയിട്ടുള്ള ടർബൈൻ എന്താണ് പറയാ ആ ഒരു കപ്പ് എന്താണ് പറയാ ഒരു കപ്പ് പോലത്തെ ഇതുണ്ട് അതിലേക്ക് വെള്ളം വീണിട്ട് ഇത് എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും. ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ജെറ്റ് ഫാളിംഗ് ഓൺ ദ ടർബൈൻ ഈസ് കൺട്രോൾഡ് ബൈ മീൻസ് ഓഫ് എ നീഡിൽ ഓർ സ്പിയർ. അപ്പൊ ഇതിലാണ് പോകുന്ന വെള്ളം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നീഡിൽ ഒരു സ്പിയർ ഉണ്ടാവും അത് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുക. അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ടിപ്പ് ഓഫ് ദ നോസിൽ. നോസിലിന്റെ ടിപ്പിലാണ് വെച്ചാൽ അവർ കാണിച്ചിട്ടുള്ളത്. ദ മൂവ്മെന്റ് ഓഫ് ദ നീഡിൽ ഈസ് കൺട്രോൾഡ് ബൈ ദ ഗവർണർ. ഇനി ഈ നീഡിലിന്റെ മൂവ്മെന്റ് ഇവിടെ വെക്കുന്ന മൂവ്മെന്റ് പറഞ്ഞാൽ ഒരു ഗവർണർ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുക. ഇഫ് ദ ലോഡ് ഓൺ ദ ടർബൈൻ ഡിക്രീസസ്, ഈ ലോഡ് ടർബൈനിൽ ഡിക്രീസ് ചെയ്ത് ദ ഗവർണർ പുഷസ് ദ നീഡിൽ ഇൻ ടു ദ നോസിൽ ദർബൈ റെഡ്യൂസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ ബക്കറ്റ്സ്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എനർജി ആവശ്യം കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ നീഡിലിനെ പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും അതിനെ വരുന്ന വെള്ളത്തിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ബക്കറ്റ് ഇതിന് ബക്കറ്റ് എന്ന് പറയുന്നത് ആ ബക്കറ്റുമേലേക്ക് വെള്ളം വീഴുന്നത് കുറയും. റിവേഴ്സ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഇഫ് ദ ലോഡ് ഓൺ ദ ടർബൈൻ ഇൻക്രീസ്. അപ്പോൾ ലോഡ് ഓൺ ദ ടർബൈൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും നോസിൽ ഓപ്പൺ ചെയ്യും. നെക്സ്റ്റ് റിയാക്ഷൻ ടർബൈൻസ്. റിയാക്ഷൻ ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ലോ ആൻഡ് മീഡിയം ഹെഡ്സ്. നേരത്തെ ഹൈ മീഡിയം ഹെഡിനാണ് ഇമ്പൾസ് ടർബൈൻ ആയിരുന്നെങ്കിൽ ഇവിടെ ലോ ആൻഡ് മീഡിയം ഹെഡ്സിനാണ്. ഇൻ ദ റിയാക്ഷൻ ടർബൈൻ വാട്ടർ എൻറ്റേഴ്സ് ദ റണ്ണർ പാർട്ട്ലി വിത്ത് പ്രഷർ എനർജി ആൻഡ് പാർട്ട്ലി വിത്ത് വെലോസിറ്റി എനർജി. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി ഈ വെള്ളത്തിന്റെ വെലോസിറ്റിയും കൂടിയിട്ടാണ് നോക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ടർബൈൻ ഫ്രാൻസിസ് ടർബൈൻ ഉണ്ട്, കപ്ലാൻ ടർബൈൻസ് ഉണ്ട്. ഫ്രാൻസിസ് ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ലോ ടു മീഡിയം ഹെഡ്. കപ്ലാൻ ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ദ ലോ ഹെഡ്സ് ആൻഡ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. അപ്പോൾ കപ്ലാൻ യൂസ് ചെയ്യാൻ ലോ ഹെഡും large quantity of water line. It is like Francis turbine except the runner of Kaplan turbine receives water actually. Okay. ഇനി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് മൂന്നാമത്തെ സെക്ഷൻ. അവിടെ എന്തൊക്കെ ഉണ്ട് വെച്ചാൽ ആൾട്ടർനേറ്റർ ഉണ്ടാവും, ട്രാൻസ്ഫോമർ ഉണ്ടാവും, സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും, അതർ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. അങ്ങനെ ഈ 3 സെക്ഷൻ ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. മേ ബി ഇത് നിങ്ങളോട് സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് ചോദിക്കുമ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ചോദിക്കാം. അപ്പോൾ 9 അഡ്വാൻറ്റേജും 5 ഡിസഡ്വാൻറ്റേജും ഉള്ള ഇതിൽ മിനിമം ഒരു 5 6 അഡ്വാൻറ്റേജ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഇതിലൊരു 3-4 പഠിച്ചു വെക്കണം. കാരണം നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഇത്ര പോയിന്റ് അഡ്വാൻറ്റേജ് എഴുതിയോ ഇത്ര പോയിന്റ് ഡിസഡ്വാൻറ്റേജ് എഴുതിയോ എന്നാണ് നോക്കുക. ഇനി 5 അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇറ്റ് റിക്വയർസ് നോ ഫ്യൂവൽ ആസ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റ്. ഇതിന് ഫ്യൂവൽ ഒന്നും ആവശ്യമില്ല, വെള്ളം മാത്രം മതി. ഓക്കെ, ഇറ്റ് ഈസ് ക്വൈറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ. എന്താണ് സ്മോക്കും ഇല്ല ആഷും ഇല്ല, അതുകൊണ്ട് നീറ്റ് ആണ്, ക്ലീൻ ആണ്. It requires very small running charges because water is the source of energy which is available free of cost. അപ്പോൾ ഇറ്റ് റിക്വയർസ് വെരി സ്മോൾ റണ്ണിങ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം നേരെ വീഴുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ മെയിൻ്റെനൻസ് അങ്ങനത്തെ കാര്യങ്ങൾ വേണുള്ളൂ. മറ്റേ ന്യൂക്ലിയർ എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. It is comparatively simple in construction and requires less maintenance. Simple in construction ആണ്, ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആണ്, requires less maintenance. It does not require a long starting time like a steam power station. Long starting time വേണ്ട, കുറേ നേരം ഓൺ ചെയ്തിട്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. In fact, such plants can be put into service instantly. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം. ഇറ്റ് ഈസ് റോബസ്റ്റ് ആൻഡ് ഹാസ് എ ലോങ്ങർ ലൈഫ് ഉണ്ട്. വെരി ഹൈ എഫിഷ്യൻസി ആണ്. സച്ച് പ്ലാന്റ്സ് സെർവ് മെനി പർപ്പസസ്. ഇത് പല പർപ്പസസിന് വരാം. കാരണം എന്താ വെച്ചാൽ ജനറേഷന് ഒപ്പം തന്നെ അതിനെന്ത് ചെയ്യും ഇറിഗേഷനും കൺട്രോളിങ് ഫ്ലഡ്സും. അതായത് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും
ഇത് ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പിൽ വേസിലൂടെ കൂടെ വെള്ളം കടത്തിവിടാം. ഓക്കെ. Although such plans require the attention of highly skilled persons at the time of construction, yet for operation and a few experienced person maybe do the job well. Disadvantage: it involves high capital cost due to construction of dam construction under high capital cost. This is uncertainty about the availability of huge amount of water. There is uncertainty due to dependence of അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് മഴ തീരെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ നേരത്തെ നമ്മളുടെ വർക്കിംഗ് കോസ്റ്റ് ആണ് പറഞ്ഞിട്ട്, ഇത് ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. ഇറ്റ് റിക്വയർസ് ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആസ് ദ പ്ലാന്റ് ഇൻ ഹില്ലി ഏരിയസ് വിച്ച് വിച്ച് ആർ ക്വയറ്റ് അവേ ഫ്രം ദ കൺസ്യൂമേഴ്സ്. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് ഈ നമ്മളുടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടക്ടേഴ്സിൽ കൂടെയാണ് പറഞ്ഞത്. അപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പെൻസ് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹെവി സ്ട്രക്ചർ ആയിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ ഹെവി സ്ട്രക്ചർ ആയിട്ടുള്ള കവറൊക്കെയാണ് വേണ്ടത്. അതിൽ വേണം ലൈൻ എടുക്കാൻ. കോസസ് എക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് സച്ച് ആസ് earthquakes. Skilled and experienced hands are required to build the plant. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു പോർഷൻ ഇവിടെ കഴിഞ്ഞു. നമുക്ക് ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇൻ കേരള എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. അതിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പറഞ്ഞാൽ 780 മെഗാവാട്ട് ആണ്. അവിടെ 6 യൂണിറ്റ് ഓഫ് 130 മെഗാവാട്ടിന്റെ ജനറേറ്റർ ആണ് ഉള്ളത്, ആൾട്ടർനേറ്റർ. ഓക്കെ, പിന്നെ അതേപോലെ 3 ഡാമാണ് ഇടുക്കിയിലുള്ളത്. ഒന്ന് ചെറുതോണി, കുളമാവ്, പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇറ്റ്സ് അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് മൂലമറ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ ഇത് കഴിഞ്ഞിട്ട് നോക്കാം.